അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പെറുപെറുത്തു. 12 ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തെരഞ്ഞുകൊള്ളുകയും അവരെ ഈ വേലയ്ക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഊറ്റിരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖരോസ്, നിക്കനോർ, തിമോൻ, പർമനോസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലോവാസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനി, വികാരി ജനറൽ സംസൺ ജേക്കബ് അച്ഛൻ, ബഹുമാനപ്പെട്ട പട്ടക്കാരെ, വിശ്വാസ സമൂഹമേ, ഇന്ന് ഈ ശുശ്രൂഷയിലെ സ്ഥാനാർത്ഥികളായിരിക്കുന്ന സിൽജു ഫിലിപ്പ്, ജോബിൻ കെ ബാബു, ഏവർക്കുമുള്ള അഭിവാദനങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ സഭയിൽ 2 മക്കൾ ഈ ശുശ്രൂഷ സ്ഥാനത്തേക്ക് പ്രവേശിക്കപ്പെടുകയാണ്. അണക്കര സെൻറ്റ് പോൾസ് മാർത്തോമാ ഇടവകയിൽ സിൽജു ഫിലിപ്പും കല്ലാർ സെൻറ്റ് തോമസ് മാർത്തോമാ ഇടവകയിൽ ജോബിൻ കെ ബാബു ശമാശന്മാരായി നിയോഗിക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണിത്. ഇവരെ 2 പേരെയും ഞാൻ പ്രത്യേകം അഭിവാദനം ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ ഈ ശുശ്രൂഷയിലേക്ക് അവരെ സഹായിക്കുകയും നയിക്കുകയും ഒരുക്കുകയും ചെയ്തിട്ടുള്ള എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവർ പ്രവേശിക്കുന്ന ഈ ശമാശാസ്ഥാനം ഒരു വലിയ ശുശ്രൂഷ പദവിയാണ്. ഭാഗ്യമേഴും വൻ പദവിയെ ഈ മർത്യർക്ക് അരുളിയതാൽ സ്തോത്രമെന്ന് നമ്മൾ ഈ ശുശ്രൂഷയിൽ പാടാറുണ്ട്. എന്നാൽ ഓർക്കുക, ഇവർ മാത്രമല്ല ഇന്ന് ഈ ഒരു പദവിയിലേക്ക് പ്രവേശിക്കുന്നത്. മലങ്കര മാർത്തോമാ സഭ ഇന്ന് ഒരു പദവിയിലേക്ക് പ്രവേശിക്കുകയാണ്. സഭയിലെ 2 മക്കൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കുന്നു എന്നുള്ളത് സഭയ്ക്ക് ഒരു വലിയ പദവി തന്നെയാണ്. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ തിരുമേനി തീർച്ചയായിട്ടും ഒരു പദവി ഇന്ന് സ്വീകരിക്കുകയാണ്. തൻ്റെ ഭദ്രാസനത്തിലെ 2 ചെറുപ്പക്കാരെ ഈ ഒരു ശുശ്രൂഷയിൽ നിയോഗിക്കാനായിട്ട് തിരുമേനിക്ക് സാധിക്കുന്നു എന്നുള്ളത് പട്ടത്ത സമൂഹം എല്ലാം തന്നെ ഈ ശുശ്രൂഷയിലൂടെ അവർക്കും ഈ പദവിയുടെ പങ്കാളിത്തം ലഭിക്കുകയാണ്. തങ്ങളുടെ കൂട്ടത്തിലേക്ക് 2 സഹോദരങ്ങളെ കൂടെ ലഭിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. പ്രിയ കുടുംബാംഗങ്ങൾക്കാണ് ഏറ്റവും അധികം സന്തോഷം ഇതിനകത്ത് ഉണ്ടാകുന്നത്. അവരുടെ കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഇവർക്ക് ഈ സ്ഥാനം വഴി ലഭിക്കുന്നത് ശമ്മാശൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മ, അപ്പൻ, സഹോദരങ്ങൾ എന്നിങ്ങനെയുള്ള പദവിയാണ്. ഞാൻ പട്ടമേറ്റ ദിവസം എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു പ്രായം ചെന്ന അമ്മ എൻ്റെ അമ്മയോട് ഇപ്രകാരം പറഞ്ഞു, മറിയാമ്മേ, നീ ഇന്നു മുതൽ ഒരച്ഛൻ്റെ അമ്മയാണെന്നുള്ളത് മറന്നു പോകരുത്, അത് എല്ലായ്പ്പോഴും ഓർക്കണം എന്ന് പറഞ്ഞു. ഈ സ്ഥാനലബ്ധിയിലൂടെ ഈ 2 ഇടവുകളും അതോടൊപ്പം തന്നെ ബന്ധുമിത്രാദികളും സ്നേഹിതരും ഒക്കെ ഓരോരോ പദവികളിലേക്ക്, ഇവരുമായുള്ള ബന്ധത്തിലുള്ള പദവികളിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ മകാലപ്രജ പോലെയുള്ള എനിക്കും ഇതൊരു പദവി തന്നെയാണ്. തിരുമേനി ഇവർ 2 പേരും ഈ ജെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് 5 വർഷം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശുശ്രൂഷയിലായിരുന്ന എനിക്ക് ഒരു പദവി തിരുമേനി തന്നിരിക്കുകയാണ്. തിരുമേനി വല്ലതും തന്നിട്ട് വളരെ നാളുകളായി എന്നുള്ളതും നിങ്ങളുടെ അറിവിന് വേണ്ടി അന്യസമയത്ത് പറയുകയാണ്. ഇവർ 2 പേരും ഈ ജെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ വിദ്യാർത്ഥികളും അതോടൊപ്പം ജോബിൻ ഞാനുള്ള സമയത്ത് അവിടെ പഠിക്കുകയും ചെയ്ത ആളാണ്. മറ്റ് ഈ ജെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകർ ഇത് ഇവിടെ ഇന്ന് സന്നിഹിതരാണ് എന്നുള്ളതും ഞാൻ ഈ സമയത്ത് പറയട്ടെ. ഇന്ന് ഇവർക്ക് ആശംസിക്കാനുള്ള നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഈ ശുശ്രൂഷയിൽ തന്നെയുള്ള
ഒരു പ്രാർത്ഥനയാണ്. അത് ഇപ്രകാരമാണ്: ഈ ശുശ്രൂഷയ്ക്കായി നീ വിളിച്ച ഒന്നാമത്തെ നിൻ്റെ ശുശ്രൂഷകനായ സ്തെഫാനോസിന് നൽകിയ കൃപ തന്നെ മേലിൽ നിന്ന് ഈ നിൻ്റെ ദാസനും ദാസർക്കും നൽകണമേ. ഈ ശുശ്രൂഷയ്ക്കായി നീ വിളിച്ച ഒന്നാമത്തെ നിൻ്റെ ശുശ്രൂഷകനായ സ്തെഫാനോസിന് നൽകിയ കൃപ തന്നെ മേലിൽ നിന്ന് ഈ ദാസർക്കും നൽകണമേ. The grace that was bestowed upon the first and important deacon Stephen, അത് ഇവർക്ക് ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയിലെ ശമ്മാശ സ്ഥാനത്തിൻ്റെ ആരംഭം, അതിൻ്റെ സംസ്ഥാപനവും അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ച് കേട്ടല്ലോ. ആദിമസഭയുടെ വളർച്ചയുടെ ഭാഗമായി ആവശ്യമായി വന്നതും സൃഷ്ടിക്കപ്പെട്ടതുമായ ഒരു ശുശ്രൂഷ സ്ഥാനമാണിത്. സ്ഥാനമാണ് ഈ ശമ്മാശന്മാർ, ഡീക്കൻസ് എന്നുള്ള സ്ഥാനം. സഭയുടെ ആരംഭ നാളുകളിലെ ചില തർക്കങ്ങളോ ചില പരാതികളോ ചില ആവശ്യങ്ങളോ ഒക്കെ വന്നപ്പോൾ അത് പരിഹരിക്കാനായിട്ട് നടത്തിയ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ശമ്മാശ സ്ഥാനം ഉളവാകുന്നത്. മേശയിലെ ശുശ്രൂഷയ്ക്കായി 7 പേരെ തിരഞ്ഞെടുക്കുകയും അവർ സഭയിലെ ആദ്യത്തെ ശമ്മാശന്മാരാകുകയും ചെയ്തു. ഇവരെ തിരഞ്ഞെടുക്കുന്നത് അന്നത്തെ രീതിയിലുള്ള മനോഹരമായ ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ തന്നെയാണ്. ഇതേക്കുറിച്ച് ആലോചിച്ച് തീരുമാനിക്കുവാൻ അപ്പോസ്തലന്മാർ ശിഷ്യരുടെ കൂട്ടത്തിൻ്റെ ജനറൽ ബോഡി പൊതുയോഗം വിളിക്കുകയാണ്. മേശകളിലെ ശുശ്രൂഷയ്ക്കായി ചിലരെ നിയമിക്കേണ്ടതിൻ്റെ ആവശ്യം, അതിൻ്റെ സാഹചര്യവും 12 പേർ കൂട്ടത്തോടെ അറിയിക്കുന്നു. ആകയാൽ സഹോദരന്മാരെ, പരിശുദ്ധാത്മാവും ജ്ഞാനവും നല്ല സാക്ഷ്യവുമുള്ള 7 പുരുഷന്മാരെ തിരഞ്ഞെടുക്കുവാൻ കൂട്ടത്തിന് നിർദ്ദേശം നൽകുന്നു. ഈ ഗുണങ്ങൾ ഉള്ളവർ എന്ന ഔദ്യോഗിക പ്രമേയത്തിന് ചിലപ്പോൾ ചില ആളുകൾ ഭേദഗതി പ്രമേയം അവതരിപ്പിച്ചിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. വിശ്വാസവും കൂടെ ഇതിനോട് പിന്നീട് കൂട്ടിച്ചേർക്കുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവും വിശ്വാസവും നല്ല സാക്ഷ്യവും നിറഞ്ഞ 7 പേരെ ഈ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് അപ്പോസ്തലന്മാരുടെ മുൻപാകെ നിർത്തി. അവർ ആരെന്നാൽ എന്ന് നമ്മൾ വായിച്ച് കേട്ടു. മർത്തോമാ സഭയുടെ പൊതു തീരുമാനങ്ങളുടെയും പ്രമാണങ്ങളുടെയും ജനാധിപത്യ രീതിയിലുള്ള തിരഞ്ഞെടുപ്പിലൂടെയും ആത്മാവും ജ്ഞാനവും വിശ്വാസവും നല്ല സാക്ഷ്യവും ഉണ്ടെന്ന് കണ്ടെത്തിയ ഈ 2 പേരെ ഇന്ന് കൈവയ്പ്പിനായി ഈ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കുന്നതിന് വേണ്ടി സഭ ഇന്ന് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഹൈറേഞ്ചിൽ നിന്ന് കുമ്മല്ലി സെൻട്രലിൽ നിന്ന് 2 പേരെ ഈ ശുശ്രൂഷയിലേക്ക് നിയോഗിക്കുന്നു എന്നുള്ളത് ഈ സ്ഥലത്തിനും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അത് ഇവരെക്കുറിച്ചുള്ള നമ്മുടെ പ്രാർത്ഥന ഇതുതന്നെയാണല്ലോ: നീ ശുശ്രൂഷയ്ക്കായി വിളിച്ച ഒന്നാമത്തെ നിൻ്റെ ശുശ്രൂഷകനായ സ്തെഫാനോസിന് നൽകിയ കൃപ തന്നെ ഇവർക്കും നൽകണമേ. സ്തെഫാനോസിൻ്റെ കൃപകൾ എന്തായിരുന്നു എന്ന് അടുത്ത ഭാഗങ്ങളിൽ 6-ാം അധ്യായത്തിന് ശേഷവും 7-ാം അധ്യായം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ഒന്നാമത്തെ ശമ്മാശനായ സ്തെഫാനോസ് എന്ന് പറയത്തക്കവണ്ണം അപ്പോസ്തല പ്രവൃത്തികളിലെ 2 അധ്യായങ്ങൾ സ്തെഫാനോസിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ സ്തെഫാനോസിനുണ്ടായിരുന്ന കൃപകൾ വളരെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്തെഫാനോസിന് നൽകപ്പെട്ട ഒന്നാമത്തെ കൃപ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സ്തെഫാനോസ് ചെയ്തു എന്ന് 6-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. പലരും സ്തെഫാനോസുമായിട്ട് സംവദിക്കുന്നുണ്ട്. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും വ്യാഖ്യാനത്തോടും എതിർത്ത് നിൽക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല എന്ന് നമ്മൾ വായിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് വരത്തെ ഇന്നത്തെ ശുശ്രൂഷകളിൽ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ശമ്മാശ ശുശ്രൂഷകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. സംഭാഷണം പ്രവാചകരിൽ നന്നായി ചെയ്തൊരു റൂഹായെ, തന്നുടെ വാസം സ്ലീഹരിലും നന്നായി ചെയ്തൊരു റൂഹായെ, നിൻഹിതമതിനാൽ ദാസരിലും വന്നു വസിക്കണം അതിമോദാൽ. അതുകൊണ്ട് പ്രവാചകന്മാരിലും സ്ലീഹന്മാരിലും പ്രവർത്തിച്ച പരിശുദ്ധാത്മാവിൻ്റെ സംഭാഷണ വരം ഇന്ന് ഇവർക്കും ഉണ്ടാകണമെന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നന്നായി സംഭാഷണം ചെയ്യാനുള്ള വരം
ദൈവം ലോകത്തോട് സംസാരിച്ചതുപോലെ സംസാരിപ്പാനുള്ള വരം, അത് പ്രവാചകന്മാർക്കും അതോടൊപ്പം അപ്പോസ്തലന്മാർക്കും ലഭിച്ചതായിട്ടുള്ള ഈ വരം ഇന്ന് ശമാസസ്ഥാനത്തേക്ക് ലഭിക്കുന്ന ഈ നിൻ്റെ മക്കൾക്കും സ്തെഫാനോസിനും ശമാശന്മാർക്ക് ലഭിച്ചതായിട്ടുള്ള ഈ വരം ഇവർക്കും ലഭിക്കണമേ എന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഇവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യമുള്ള കൃപകളെ നൽകുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഇവിടെയുണ്ട്. ഇവർ പരിശുദ്ധാത്മാവിനാൽ ഈ കഴിഞ്ഞ നാളുകളിൽ ഒരുക്കപ്പെട്ട് ഈ ശുശ്രൂഷയിലേക്ക് വന്നിരിക്കുന്നവരും ആണ്. എന്നാൽ ഈ പരിശുദ്ധാത്മാദാനം ഇവരുടെ മേൽ ഈ പറഞ്ഞ വിധത്തിൽ സംഭാഷണപരമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയാണ്. അഗ്നി പോലെ പടർന്നിരിക്കുന്ന നാവുകൾ പെന്തക്കോസ്ത് നാളിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞപ്പോൾ അന്ന് ഇവരും സന്നിഹിതരായിരുന്നു എന്ന് നമുക്ക് വിചാരിക്കാം. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ പല ഭാഷകളിൽ അവർ സംസാരിക്കുന്നു. സംസാരവരം അവർക്ക് അന്ന് ലഭിക്കുന്നു. എല്ലാ ജനത്തോടും ലോകത്തോടും മതഭാഷ ഒറ്റ വ്യത്യാസങ്ങളില്ലാതെ സംസാരിക്കത്തക്കവണ്ണമുള്ള ഒരു കൃപയാണ് പരിശുദ്ധാത്മാവ് അവർക്ക് നൽകുന്നത്. ഇത് നിഖ്യാവിശ്വാസത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നാം പറയുമ്പോൾ നിബ്യന്മാരും സ്ത്രീകന്മാരും മുഖാന്തരം സംസാരിച്ചവനെന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. പരിശുദ്ധാത്മാവ് നാവിനെയും സംഭാഷണങ്ങളെയും വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുകയാണ്. ദൈനംദിന ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയോടുകൂടിയുള്ള സംഭാഷണമായും അതോടൊപ്പം ദൈവവചനം പറയുമ്പോൾ ദൈവവചനം നന്നായി വ്യാഖ്യാനിക്കാനുള്ള സംഭാഷണ വരവും ആണ് ഇത്. സ്തെഫാനോസ് സന്നിധിയും സംഘത്തിൽ ഗുരുതരമായ മതവിശ്വാസ ആരോപണങ്ങൾ ചുമത്തപ്പെട്ട് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സ്തെഫാനോസിലൂടെ സംഭാഷിക്കുകയാണ്. അത് 7-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് നൽകുന്നു. പരിശുദ്ധാത്മ പൂർണ്ണനായി സംസാരിക്കാനുള്ള ഈ കൃപ ശമാശന് ലഭിക്കുന്നു. എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോയ്മകൾക്കും അധികാരങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിപാദിക്കേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കുമെന്ന് ലൂക്കോസ് 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഇവിടെ പരിശുദ്ധാത്മാവിൽ ഈ ശമാശൻ സംവാദം ചെയ്യുകയാണ്. ദൈവവചനം വായിക്കാനും വ്യാഖ്യാനിക്കാനുള്ള കൃപ ലഭിക്കുകയാണ്. സ്തെഫാനോസ് ദൈവവചനം തിരുവെഴുത്ത് നന്നായി ഇവിടെ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ഇസ്രയേലിൻ്റെ രക്ഷാചരിത്രം സ്തെഫാനോസ് ഇവിടെ വിവരിക്കുന്നു. ദൈവജനമായ ഇസ്രയേൽ അപ്രകാരം ദൈവത്തെ നിരസിക്കുകയും മറുതലിക്കുകയും ചെയ്തു. ദൈവത്തിനും അവനയച്ച രക്ഷകർക്കും പരിശുദ്ധാത്മാവിനും വിരോധമായി എപ്രകാരം കാഠിന്യം കാണിച്ചു. ദൈവം നൽകിയ ആരാധനാ സ്ഥാപനങ്ങളായ തിരുനിവാസം, ദേവാലയം, യാഗാദി കർമ്മങ്ങൾ എന്നിവയെ എപ്രകാരം മലിനപ്പെടുത്തി. അവർ ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവങ്ങളുടെ പുറകെ പോയത് ഇവിടെ സ്തെഫാനോസ് വിവരിക്കുന്നു. മോശയെയും ന്യായപ്രമാണത്തെയും പ്രയോജനപ്പെടുത്താതെ പോയ കുറവുകളെക്കുറിച്ച് ഓർപ്പിക്കുന്നു. ദൈവാരാധനയ്ക്ക് പകരം കാളക്കുട്ടിയെ ആരാധിച്ചത് ഇവിടെ സ്തെഫാനോസ് പ്രസംഗിക്കുന്നു. സ്തെഫാനോസ് നോക്കുമ്പോൾ യെരൂശലേം ദേവാലയം ഇന്ന് പൊന്നുകൊണ്ടുള്ള ഒരു വലിയ കാളക്കുട്ടിയെ പോലെയാണ് സ്തെഫാനോസിന് തോന്നുന്നത്. തിരുവെഴുത്തുകളുടെ സത്യസന്ധമായ വ്യാഖ്യാനം ദൈവദാസരുടെ ദൗത്യം ആണ്. ഇവ നന്നായി സംസാരിക്കുവാനുള്ള കൃപയാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. ഈ സംഭാഷണവരം മറ്റൊരു ശമാശനായ ഫിലിപ്പോസിലും തിളങ്ങുന്നത് അപ്പോസ്തലപ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ശമര്യയിൽ ചെന്ന ദൈവവചനം ശുശ്രൂഷിക്കുന്ന ഫിലിപ്പോസ് ഗസയ്ക്കുള്ള വഴിയിൽ കണ്ടുമുട്ടുന്ന എത്യോപ്യനോട് ചേർന്നിരുന്നു കൊണ്ട് വചനം വ്യാഖ്യാനിക്കുന്നത് ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ കൂടെ കയറിയിരുന്ന് ആരെക്കുറിച്ച് പറയുന്നു എന്നുള്ള തിരുവെഴുത്തുകളിൽ നിന്ന് യെശയ്യാ പ്രവചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന ഒന്നാണ്. ആകട്ടെ നന്നായി ലോകത്തോട് ദൈവം സംസാരിച്ചതുപോലെ സംസാരിക്കാനുള്ള ഈ വരം, ദൈവത്തിൻ്റെ വചനം നന്നായി വ്യാഖ്യാനിച്ച് നൽകാനുള്ള ഈ വരം ഇവർക്കും ഇന്ന് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ നല്ല വായനക്കാരും പുനർവായനക്കാരും വ്യാഖ്യാതാക്കളുമാകുവാൻ ദൈവം ഇവരെ ശക്തീകരിക്കട്ടെ. ഞങ്ങളുടെ അച്ഛൻ വലിയ പ്രസംഗൻ അല്ലെങ്കിലും നന്നായി ഞങ്ങളോട് സംസാരിക്കുന്നവനാണ് എന്ന് ഒരു ഇടവക്കാരനോട് പറഞ്ഞത് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. നന്നായി സംഭാഷിക്കുക, നന്നായി ദൈവവചനത്തെ സംഭാഷിക്കുക.
സാഹിത്യകാരനായിരിക്കുന്ന KP അപ്പൻ കുറിച്ച വാചകങ്ങൾ ഇതാണ്: ഒരു ക്രിസ്തുമസ് ദിനത്തിൽ ഗിൽബർട്ട് അച്ഛൻ എനിക്ക് ഒരു ബൈബിൾ സമ്മാനമായി നൽകി. അന്ന് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ വേദപുസ്തകത്തുള്ള എൻ്റെ താല്പര്യങ്ങളെ വളർത്തി. ബൈബിളിലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം എനിക്ക് വ്യാഖ്യാനിച്ച് തന്നു. ബാബിലോണിലെ ചക്രവർത്തിക്ക് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ദാനിയേലിനെ പോലെയായിരുന്നു അദ്ദേഹം. രണ്ട് വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. അദ്ദേഹത്തിൻ്റെ സംഭാഷണം വേദപുസ്തകത്തിലുള്ള എൻ്റെ താല്പര്യങ്ങളെ വളർത്തി, നന്നായി സംസാരിച്ചു. അദ്ദേഹം ബാബിലോണിലെ ചക്രവർത്തിക്ക് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ദാനിയേലിനെ പോലെ എനിക്ക് വേദപുസ്തകം വ്യാഖ്യാനിച്ചു തന്നു. ഇങ്ങനെ സംഭാഷിപ്പാൻ തക്കമുള്ള പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഇന്ന് ഇവരുടെ മേലുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈ സംഭാഷണവും വ്യാഖ്യാനവും റൂഹ എന്നിൽ നന്നായി ചെയ്യുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. റൂഹായുടെ ഈ ആവാസം നമ്മളിൽ ദൈവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ശമാശന് നൽകപ്പെട്ട സ്തെഫാനോസിന് നൽകപ്പെട്ട കൃപ എന്ന് പറയുന്നത് വിശ്വാസം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു എന്ന് നമ്മൾ ഇവിടെ വായിച്ചുവല്ലോ. വിശ്വാസം നിറഞ്ഞവൻ എന്നുള്ള ഒരു പ്രത്യേക അനുഗ്രഹം ഇവിടെ ശമാശന് ഉണ്ട്. 6-7 അധ്യായങ്ങളിൽ ഈ വിശ്വാസത്തിൻ്റെ നിറവിനെക്കുറിച്ച് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു. സ്തെഫാനോസിനെ ഒരു ദുരുപദേശക്കാരനായി, വേദവിപരീതിയായി കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ സന്നിധി സംഘത്തിൽ നിർത്തി വിസ്തരിക്കുകയാണ്. സ്തെഫാനോസ് ദൈവത്തിനും ദേവാലയത്തിനും മോശയ്ക്കുമെതിരെ തെറ്റായ ഉപദേശം പ്രസംഗിക്കുന്നു, പ്രചരിപ്പിക്കുന്നു എന്നിവയായിരുന്നു അവരുടെ ആരോപണം. ദേവാലയം നശിപ്പിക്കുന്നവനായി കള്ളസാക്ഷികൾ സ്തെഫാനോസിനെതിരെ മൊഴി കൊടുത്തു. എന്നാൽ സ്തെഫാനോസ് സത്യവിശ്വാസത്തെയാണ് പ്രസംഗിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്തത്. ശുദ്ധമായ ദൈവവിശ്വാസം, തിയോളജി, യേശു ശാസ്ത്രം, ജീസസോളജി, ക്രിസ്തു ശാസ്ത്രം, ക്രിസ്റ്റോളജി, പരിശുദ്ധാത്മ ശാസ്ത്രം, ന്യൂമാറ്റോളജി, ഇവ മുറുകെ പിടിച്ച ഒരാളായിരുന്നു സ്തെഫാനോസ്. തൻ്റെ സത്യസന്ധമായ വിശ്വാസ നിലപാടുകൾ സധൈര്യം പറയുവാൻ, സത്യവിശ്വാസത്തിൻ്റെ കാവൽക്കാരനും സംരക്ഷണവുമായിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളത് 7-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. തൻ്റെ പ്രസംഗത്തിൽ യേശുവിനെ ദൈവപുത്രനായും മശിഹ ആയും, അതായത് ദൈവത്തിൻ്റെ അഭിഷിക്തനായും പ്രഘോഷിക്കാനും തേജോമയനായ ദൈവത്തെ തിരസ്കരിച്ച ഇസ്രായേലിൻ്റെ പാപം സ്തെഫാനോസ് പറയുകയാണ്. ദൈവം അയച്ചവരെയും നീതിമാന്മാരെയും ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്ത അവരുടെ ചരിത്രത്തെക്കുറിച്ച് അവരെ ഓർപ്പിക്കുകയാണ്. ദൈവം ദേവാലയത്തിനപ്പുറത്തേക്ക് വെളിപ്പാടുകൾ നടത്തി എന്നുള്ളത് സ്തെഫാനോസ് ഇവിടെ സ്ഥിരീകരിക്കുന്നു. മെസൊപ്പൊത്താമ്യയിൽ വസിക്കുമ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായതും മുൾപ്പടർപ്പിൽ വെച്ച് മോശയ്ക്ക് പ്രത്യക്ഷനായതും പറഞ്ഞുകൊണ്ട് വിശുദ്ധിയുടെ സ്ഥലവും ദൈവപ്രത്യക്ഷതയും ദേവാലയത്തിന് പുറത്ത് ധാരാളം നടക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിശ്വാസത്തെ ദേവാലയത്തിനും യെരുശലേമിനും പുറത്തേക്ക് കൊണ്ടുവരുവാൻ വളരെ അക്ഷീണമായിട്ട് പരിശ്രമിച്ച ശമാശനായിരുന്നു ഈ സ്തെഫാനോസ് നമ്മൾ മനസ്സിലാക്കുന്നു. സുവിശേഷത്തെയും യെരുശലേമിന് പുറത്തേക്ക് നയിക്കുന്നതിനുള്ള ശക്തമായ നിർദ്ദേശമായി സ്തെഫാനോസിൻ്റെ പ്രസംഗങ്ങൾ തീരുകയാണ്. സുവിശേഷം യഹൂദ്യയിൽ എല്ലായിടത്തും, ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും നമ്മുടെ ഈ നാട്ടിലും വരുന്നതിനായിട്ട് സ്തെഫാനോസ് വാതിൽ തുറന്ന ആളാണ്. യേശുവിനെ ദൈവത്തിൻ്റെ നീതിമാനായും രക്ഷകനായും, ദൈവത്തിൻ്റെ നീതിമാനായും നമ്മുടെ രക്ഷകനായും, ദേവാലയത്തെക്കാളും മോശയെക്കാളും വലിയവനായും സ്തെഫാനോസ് പ്രസംഗിച്ചു. സത്യവിശ്വാസത്തെ കൈക്കൊള്ളുകയും പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു ശമാശനായിരുന്നു സ്തെഫാനോസ്. സത്യവിശ്വാസത്തിൻ്റെ ഒരു രക്തസാക്ഷിയുമായി ഈ സ്തെഫാനോസ് തീരുന്നുണ്ട്. സഭാചരിത്രം നാം നോക്കുമ്പോൾ സത്യവിശ്വാസത്തിൻ്റെ പ്രഘോഷകരും കാവൽക്കാരുമായ ശമാശന്മാരെ നമുക്ക് കാണാനുണ്ട്. നിഖ്യാവിശ്വാസ പ്രമാണമെന്ന സത്യവിശ്വാസത്തിൻ്റെ 1700-ാം വാർഷികം നാം കഴിഞ്ഞ വർഷം കൊണ്ടാടിയല്ലോ. ആഗോള സഭ മുഴുവനും ഇത് സത്യവിശ്വാസമായി പ്രഖ്യാപിക്കുന്ന ഈ വിശ്വാസത്തെ അരിയൂസ് എന്ന ഒരു പട്ടക്കാരൻ പണ്ട് സഭയ്ക്കെതിരെയും ക്രിസ്തുവിനെതിരെയും പ്രസംഗിച്ച ദുരുപദേശത്തിനെതിരെ ഉള്ളതായിരുന്നു എന്ന് നമുക്ക് അറിയാം.
അരിയൂസ് എന്ന പട്ടക്കാരൻ പ്രചരിപ്പിച്ച പാഷാണ്ഡ ഉപദേശങ്ങൾ സത്യവിശ്വാസത്തിനും സഭയ്ക്കും വെല്ലുവിളിയായപ്പോൾ അതിനെതിരെ സത്യവിശ്വാസം എന്തെന്നുള്ളത് രൂപപ്പെടുത്തുവാൻ AD 325 നിഖ്യായിൽ കൂടിയ സുന്നഹദോസിൽ നിന്ന് ഉളവായതാണ് നിഖ്യാ വിശ്വാസ പ്രമാണം. യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്നുള്ള തൃത്വവിശ്വാസത്തെയും പ്രഖ്യാപിക്കുന്ന സുന്നഹദോസിലെ അലക്സാണ്ട്രിയയിലെ മെത്രാനായിരുന്ന അലക്സാണ്ടറിൻ്റെ സെക്രട്ടറിയും ശമാശനുമായിരുന്ന അത്തനാസ്യോസ് വലിയൊരു പങ്ക് ഈ വിശ്വാസ രൂപീകരണത്തിൽ വഹിച്ചു എന്ന് നമുക്കറിയാം. യേശുവിൻ്റെ പൂർണ്ണ ദൈവത്വവും പൂർണ്ണ മനുഷ്യത്വവും യേശുവിൻ്റെ ദൈവത്തോടുകൂടിയുള്ള നിത്യതയും കോ ഇറ്റേണൽ കോ ഈക്വൽ, പെർഫെക്റ്റ്ലി ഡിവൈൻ, പെർഫെക്റ്റ്ലി ഹ്യൂമൻ. യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും പിതാവിനെപ്പോലെ ദൈവത്തെപ്പോലെ തന്നെ അവന് നിത്യനുമാണ് എന്നുള്ള വിശ്വാസം ഈ സുന്നഹദോസ് രൂപപ്പെടുത്തി. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഒരു ശമ്മാശനായിരുന്നു എന്നുള്ളത് എല്ലാ ശമ്മാശന്മാർക്കും ആവേശം നൽകേണ്ട ഒന്നാണ്. വാട്ട് ഈസ് നോട്ട് അസ്യൂംഡ് കനോട്ട് ബി ഹീൽഡ്. യേശുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അതിനെ രൂപപ്പെടുത്തുന്നത് നമുക്ക് അറിയാം. നമ്മുടെ മലങ്കര മാർത്തോമാ സഭയുടെ ചരിത്രത്തിലും മലങ്കര സഭയുടെ ചരിത്രത്തിൽ നവീകരണ കാലഘട്ടത്തിൽ നവീകരണ വിശ്വാസത്തിൻ്റെ വക്താക്കളായും ശമാശന്മാരെ നമ്മൾ കാണുകയാണ്. 18 ശമാശന്മാർ ഈ നവീകരണ വിശ്വാസത്തിൻ്റെ നെടും തൂണുകളായിട്ട് നിലനിന്നിരുന്നു. പഴയ സെമിനാരിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അബ്രഹാം അൽപ്പാൻ്റെ അടുത്ത് തന്നെ മാരാമണ്ണ് വന്ന് തുടർന്ന് പഠിച്ച 18 ശമാശന്മാർ മലങ്കര മാർത്തോമാ മെത്രാപ്പോലിത്തയായിരുന്ന ചേപ്പാട് മാർ ദിവാന്യാസോസ് അവർക്ക് പട്ടം കൊടുക്കുകയില്ല എന്ന് തീരുമാനിച്ചിരുന്നു. എബ്രഹാം അൽപ്പാൻ്റെ ശിഷ്യന്മാരായി തുടർന്ന് പഠിച്ച ഇവർ കത്തനാറ്റ് പട്ടം കിട്ടുകയില്ല എന്ന് അറിഞ്ഞിട്ടും ഈ നവീകരണ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് തീരുമാനിച്ചു. ഈ ഒരു ധൈര്യം, ഈ ഒരു തീരുമാനം ശമാശന്മാരെടുത്തത് നമ്മുടെ സഭാചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. ഇവർക്കുണ്ടായിരുന്ന കശിശപ്പട്ടം ലഭിക്കില്ല എന്ന അവസ്ഥയിലും അവർ നവീകരണത്തോടെ ചേർന്ന് നിന്നു. തിരുവെഴുത്ത് വിളംബരവും 500 ഫീലിക്സ് മെത്രാപ്പോലിത്തയുടെ ശക്തമായ പിന്തുണയും ഉണ്ടായിരുന്ന അന്നത്തെ മലങ്കര മെത്രാപ്പോലിത്ത ചേപ്പാട് മാർ ദിവാന്യോസോസ് ആ തീരുമാനം മാറ്റുമെന്ന് വിശ്വസിക്കുവാൻ യാതൊരു കാരണവുമില്ലായിരുന്നു എന്ന് TC ചാക്കോ സാറ് തൻ്റെ ചരിത്ര പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പട്ടം കിട്ടില്ല എന്നുള്ള ഉറപ്പ് അല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ള സാഹചര്യത്തിലും ഈ നവീകരണ വിശ്വാസത്തോട് ചേർന്ന് നിന്ന 18 ശമാശന്മാർ ആ ഒരു വലിയ പാരമ്പര്യത്തിലാണ് ഇന്ന് പുതിയ ശമാശന്മാർ സഭയിലേക്ക് വരേണ്ടത് എന്നുള്ളത് ഞാൻ നമുക്ക് ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സഭയിലെ ശമാശന്മാർക്ക് അത്തരം അനിശ്ചിതത്വങ്ങളൊന്നും അവരുടെ മുമ്പിലില്ല എന്ന് നമുക്കറിയാം. പകരം ചില നിശ്ചയങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുമെന്ന് മാത്രം. ചില ശമാശപ്പട്ടം സ്വീകരിക്കുമ്പോൾ തന്നെ കശിശപ്പട്ടത്തിൻ്റെ ഡേറ്റും ഇനി ചിലർക്കോ അതിന് ശേഷം ലഭിക്കാൻ പോകുന്ന ഇടവകയോ സ്ഥാനങ്ങളോ ഒക്കെ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ ശമാശന്മാരാകുക എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഒരുപാട് ഉറപ്പുകളുടെ മധ്യേ ഇന്ന് ചിലപ്പോൾ ഈ സ്ഥാനത്തേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങനെ അല്ലാത്തൊരു കാലമുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. സ്തുതി ചെയ്യപ്പെട്ട വിശ്വാസം അവരുടെ സത്യവിശ്വാസത്തിൻ്റെ വക്താക്കളായി തീരുവാൻ, അതിൻ്റെ പ്രചാരകരായിരിക്കാൻ ഇന്ന് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ അതിനെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് തിരുമേനിയും ഈ ശുശ്രൂഷയിൽ അവരോട് പറയുന്ന ചില വാചകങ്ങൾ: ഞാൻ നിരസിക്കുന്നവയെ നിങ്ങൾ നിരസിക്കണം, ഞാൻ ത്യജിക്കുന്നവയെ നിങ്ങൾ ത്യജിക്കണം, ഞാൻ വിശ്വസിക്കുന്ന പ്രകാരം നിങ്ങൾ വിശ്വസിക്കണം, ഏറ്റുപറയുന്ന പ്രകാരം നിങ്ങൾ ഏറ്റുപറയണം എന്നീ കാര്യങ്ങൾ ഓർപ്പിക്കാറുണ്ട്. ഇത് ചിലപ്പോൾ ശമാശന്മാർ അല്ലെങ്കിൽ ഞങ്ങൾ അച്ഛന്മാർ തെറ്റായി ധരിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ്. സത്യവിശ്വാസത്തിൻ്റെ കാവൽക്കാരും സഭയുടെ വിശ്വാസാചാരങ്ങളുടെ അതിൻ്റെ കാവൽക്കാരെന്നുള്ള രീതിയിലാണ് മെത്രാച്ചന്മാർ നമുക്കത് പറഞ്ഞു തരുന്നത്. അത് അപ്രകാരം വിശ്വാസത്തിൻ്റെ നല്ല ആളുകളായി നിലനിൽക്കുവാനുള്ള ഉപദേശമാണ്. എന്നാൽ ഓർക്ക് ആ വേദവിരീതിയായിരുന്ന അരിയൂസിനോട് വിശ്വാസികളും അരിയൂസിനോടൊപ്പം ചേർന്ന്
ചേർന്ന ധാരാളം വിശ്വാസികളും പട്ടക്കാരും ചില മെത്രാന്മാരും ഉണ്ടായിരുന്നു എന്നുള്ളതും നാം മറന്നുകൂടാ. സത്യവിശ്വാസത്തിനായി മെത്രാന്മാരെ എതിർക്കേണ്ട ഒരു സാഹചര്യം അത്തനേഷ്യസിനുണ്ടായിരുന്നു എന്നുള്ളതും ഇവിടെ നമുക്ക് സ്മരിക്കത്തക്കതാണ്. അതുകൊണ്ട് വിശ്വാസത്തെ ഏറ്റുപറയുന്ന ഒരു നല്ല സഭയുടെ സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ഒരു ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ ഈ ശമശന്മാർക്ക് ദൈവം സഹായിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നല്ല സാക്ഷ്യത്തോടുകൂടെ ജീവിച്ച ശമാശന്മാർ നല്ല സാക്ഷ്യമുള്ളവരായതുകൊണ്ട് തന്നെയാണ് ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടതും. ആ നല്ല സാക്ഷ്യം ശുശ്രൂഷയിൽ തുടർന്ന് വന്ന ആളാണ് ഈ സ്തെഫാനോസ് ശമാശൻ. ആ ശമാശൻ ലഭിച്ച ദൈവകൃപ തന്നെ ഇവർക്കും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവരാജ്യ ശുശ്രൂഷയിൽ സ്തെഫാനോസിനെ പോലെ നിലപാടുകൾ സ്വീകരിക്കുന്നവരും സഹനങ്ങൾ, പീഡനങ്ങൾ, തിരസ്കരണം, ഒറ്റപ്പെടുത്തലുകൾ മുതലായി ഉണ്ടാകുമ്പോൾ അത് സ്വീകരിക്കുന്നവരുമാകുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ഞാൻ അത്തനേഷ്യസ് ശമാശൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. പിൽക്കാലത്ത് അദ്ദേഹം സത്യവിശ്വാസത്തിന് വേണ്ടി 5 പ്രാവശ്യം ആയിട്ട് 17 വർഷം നാടുകടത്തപ്പെട്ട ആളായിരുന്നു. 4 രാജാക്കന്മാരുടെ, റോമ ചക്രവർത്തിമാരുടെ കാലത്ത് 17 വർഷം സ്ഥാനത്യാഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് നാടുകടത്തപ്പെട്ട ജീവിതത്തിൽ വസിച്ച ആളാണ് അദ്ദേഹം. നല്ല സാക്ഷ്യത്തിന് വേണ്ടിയുള്ള സഹനങ്ങൾ, പീഡനങ്ങൾ തീർച്ചയായിട്ടും അനുഗ്രഹമുള്ളത് തന്നെ ആണ് എന്നുള്ളത് നമ്മൾ ഓർക്കുക. സ്തെഫാനോസ് കല്ലേറ് കൊണ്ടാണല്ലോ മരിക്കുന്നത്. ജോബിൻ കല്ലാറിൽ നിന്നുള്ള ആളാണെങ്കിലും കല്ലേറിനോട് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി വായിക്കപ്പെടുന്ന ഇന്നത്തെ എവൻഗേലിയൻ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നതിനെക്കുറിച്ചും കൂടെയാണ്. അതുകൊണ്ട് ചാകുന്നതും മരിക്കുന്നതും ഒക്കെ ഇതിനകത്തുണ്ട്. ഇവർക്ക് സ്തെഫാനോസിൻ്റെ കൃപ തന്നെ നിങ്ങൾക്കും ഉണ്ടാകണമെന്ന് ഈ കാര്യത്തിൽ പ്രാർത്ഥിക്കാൻ എനിക്കൊരു പ്രയാസമുണ്ട് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ അനിവാര്യമായി വരുന്ന എല്ലാ സഹനങ്ങളും നല്ല സാക്ഷ്യത്തോടുകൂടെ നിർവഹിപ്പാൻ സർവശക്തി നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.